തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. തുള്ളൽ പ്രതിഭ കലാമണ്ഡലം ഗീതാനന്ദൻ 7ാമത് അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങും കേശവ ഗീതാനന്ദം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. അവിട്ടത്തൂർ ക്ഷേത്രസന്നിധിയിൽ തുള്ളൽ നടക്കുമ്പോൾ വേദിയിൽ 2018 കുഴഞ്ഞു വീണ് അരങ്ങൊഴിഞ്ഞ തുള്ളൽ പ്രതിഭ കലാമണ്ഡലം ഗീതാനന്ദന്റെ 7ാമത് അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങുമായ കേശവ ഗീതാനന്ദം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. കെ രാധാകൃഷ്ണൻ MP ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഗീതാനന്ദനാശാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തുള്ളൽ കലയിലൂടെ ലോകത്ത് തന്നെ അറിയപ്പെടുന്നൊരു കലാകാരനായി മാറി. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് കലാമേഖലയിലും അദ്ദേഹത്തിൻ്റെതായ കഴിവ് തെളിയിച്ചു. സിനിമയിൽ അതിപ്രഗത്ഭനായ ഒരു കലാകാരനായി മാറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പല സിനിമകളെയും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കുന്ന സ്ഥിതിയാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ശേഷി ആ രംഗത്ത് പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ തെളിയിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ തന്നെ പലപ്പോഴും പല ആളുകളും സംശയത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിൻ്റെ 66ാം വാർഷിക ദിനമാണ് ഈ ജനുവരി 26 പിന്നിട്ടത്. അത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ആ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കുകയാണ്. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ തുള്ളലിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചു നൽകുന്ന കേശവ ഗീതാനന്ദം 2025 പുരസ്കാരം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ യുവപ്രതിഭ അവാർഡ് യുവ കലാകാരൻ കലാമണ്ഡലം നിഖിലിനുമാണ്. 15,000 രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും പുരസ്കാരവും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനും MPയും ചേർന്ന് നൽകി. കഥാനിരൂപകൻ MJ ശ്രീചിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം പ്രഭാകരൻ, രവീന്ദ്രനാഥ്, അച്യുതാനന്ദൻ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം ശിവദാസ്, കൃഷ്ണകുമാർ, മഹേന്ദ്രൻ, വാസുദേവൻ, ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാർ, കലാമണ്ഡലം നന്ദകുമാർ, കൃഷ്ണകുമാർ പൊതുവാൾ, കലാമണ്ഡലം ശ്രീഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് ഭാരവാഹി കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി സനൽ ഗീതാനന്ദൻ നന്ദിയും പറഞ്ഞു. രാവിലെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈകിട്ട് 4:30 കേളികൊട്ടും നടന്നു. വിട്ടുപോയത് വിശേഷിച്ചും കലാമണ്ഡലത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുഖമുദ്ര എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. കലാമണ്ഡലവും എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പരിചയത്തിനിടയിലും അതോടൊപ്പം തന്നെ അതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ 1-2 തവണ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു കലയ്ക്കു നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി. എന്നാൽ ഈ സംഭാവനകളെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും ശ്രീചിത്രനോട് ചോദിക്കുകയായിരുന്നു, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും ജനപ്രിയനായത് എന്നതിനെക്കുറിച്ച്
നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം അത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു അവതരണത്തിൻ്റെ ശൈലിയുടെയും അതേപോലെ തന്നെ ഏതൊരു ശൈലിയായിരുന്നാലും തുള്ളൽ പോലെയുള്ള ഒരു കലാരൂപം ഒരു പരിധിയിലപ്പുറം ആ രൂപത്തിൽ മാത്രം നിലനിൽക്കുന്നൊരു. ന്യൂസ് ഡെസ്ക് CCV.